വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ജീവനാംശം നൽകാനുള്ള നിർദ്ദേശത്തെ ചോദ്യം ചെയ്ത് മുസ്ലിം യുവാവ് സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത്. വിവാഹമോചിതയായ മുസ്ലിം സ്ത്രീകൾക്ക് ജീവനാംശം ലഭിക്കുന്നതിനായി കേസ് നൽകാമെന്ന് സുപ്രീം കോടതി. 1986 നിയമത്തിന്റെ അടിസ്ഥാനത്തിലാകണം ജീവനാംശം തീരുമാനിക്കേണ്ടതെന്ന വാദം സുപ്രീം കോടതി തള്ളി. ജീവനാംശം ദാനമല്ലെന്നും സ്ത്രീകളുടെ അവകാശമാണെന്നും ജസ്റ്റിസ് PV രാജരത്ന, ജസ്റ്റിസ് അഗസ്റ്റിൻ ജോർജ് എന്നിവരുടെ ബെഞ്ച് പറഞ്ഞു. വിവാഹമോചിതയായ ഭാര്യയ്ക്ക് ജീവനാംശം നൽകാനുള്ള നിർദ്ദേശത്തെ ചോദ്യം ചെയ്ത മുസ്ലിം യുവാവ് സമർപ്പിച്ച ഹർജിയാണ് കോടതി പരിഗണിച്ചത്. ജീവനാംശം ലഭിക്കാനായി ക്രിമിനൽ നടപടിച്ചട്ടത്തിലെ 125 വകുപ്പ് പ്രകാരം കേസ് നൽകാമെന്ന് കോടതി നിർദ്ദേശിച്ചത്. മതം നോക്കാതെ ജീവനാംശം നേടുന്നതിനുള്ള നിയമം എല്ലാ സ്ത്രീകൾക്കും ബാധകമാണെന്നും ബെഞ്ച് വ്യക്തമാക്കി. മുഹമ്മദ് അബ്ദുൾ സമദ് എന്ന വ്യക്തിയാണ് തെലങ്കാന ഹൈക്കോടതിയുടെ ഉത്തരവിനെതിരെ സുപ്രീം കോടതിയെ സമീപിച്ചത്. 2017 ഇയാളും ഭാര്യയും മുസ്ലിം വ്യക്തി നിയമപ്രകാരം വിവാഹമോചിതരായത്. സമദിന്റെ മുൻ ഭാര്യയ്ക്ക് ജീവാംശമായി പ്രതിമാസം 10,000 രൂപ നൽകാനാണ് തെലങ്കാന ഹൈക്കോടതി ഉത്തരവിട്ടത്. ഹർജി തള്ളിയ സുപ്രീം കോടതി ഈ ഉത്തരവ് ശരിവെച്ചു. ക്രിമിനൽ നടപടി ചട്ടത്തിലെ 125 വകുപ്പ് പ്രകാരം മുസ്ലിം വനിതകൾക്ക് കേസ് രജിസ്റ്റർ ചെയ്യാവുന്നതാണ്. പ്രസിദ്ധമായ ഷാ ബാനു കേസ് വിധിയിൽ സുപ്രീം കോടതി വ്യക്തമാക്കിയിരുന്നു. വിവാഹിതരായ വനിതയ്ക്ക് മാത്രമല്ല, എല്ലാ വനിതകൾക്കും ക്രിമിനൽ നടപടി ചട്ടത്തിലെ 125 വകുപ്പ് പ്രകാരം കേസ് രജിസ്റ്റർ ചെയ്യുന്നതിന് അധികാരമുണ്ടെന്നും കോടതി പറഞ്ഞു. ഗൃഹനാഥയായ ഭാര്യ വൈകാരികമായും മറ്റു തരത്തിലും തങ്ങളെ ആശ്രയിക്കുന്നുവെന്ന വസ്തുതയെപ്പറ്റി ചില ഭർത്താക്കന്മാർ ബോധവാന്മാരല്ല. ഭർത്താക്കന്മാർ ഭാര്യമാർക്ക് സാമ്പത്തിക സഹായം നൽകേണ്ടത് അത്യാവശ്യമാണെന്ന് മാത്രമല്ല, സ്ത്രീകളുടെ സാമ്പത്തിക സ്ഥിരത ഉറപ്പുവരുത്താൻ ജോയിന്റ് ബാങ്ക് അക്കൗണ്ടുകൾ നിലനിർത്തണമെന്നും ATM കാർഡുകൾ ഉപയോഗിക്കാൻ നൽകണമെന്നും ജസ്റ്റിസ് നാഗരത്ന വിധിയിൽ പറഞ്ഞു. ഭാര്യമാർക്കും കുട്ടികൾക്കും രക്ഷിതാക്കൾക്കും ജീവനാംശം ഉറപ്പാക്കുന്ന വ്യവസ്ഥയാണ് CRTC 125 പുതിയ സുപ്രീം കോടതി വിധിയോട് മുസ്ലിം വ്യക്തി നിയമ വ്യവസ്ഥകൾ രാജ്യത്തിനെ കൂടുതൽ ദുർബലമാക്കുകയാണെന്ന് വ്യക്തം.